ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളീ കാത്തിരിക്കുന്നത് ഒരു ബസ്സിന് വേണ്ടിയിട്ടാണ്, മൈസൂരിലേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളൊരു യാത്രയൊക്കെ പോയിട്ട് അതിനൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നേ. കുറച്ച് നേരത്തെ ഇവിടെ വന്ന് പെട്ടുവതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ബസ്സിൻ്റെ കറക്റ്റ് ടൈമിന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ഞങ്ങൾ യാത്ര ചെയ്തത് സ്ലീപ്പർ ബസ്സിലായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത്ര സമയവും എനിക്ക് ഉറക്കം വരുന്നമ്മേ, ഞാനിപ്പോൾ വീഴും അമ്മേ, എന്നെ എടുക്കമ്മേ, അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞവൻ ഇപ്പം എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇപ്പം അവൻ പറയാം അവൻ ഉറക്കില്ലയെന്ന്, അവന് പുറത്തെ കാഴ്ചകളൊക്കെ കാണണമെന്ന്. എന്നാൽ പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ എഴുന്നേൽക്കുന്നതോ മൈസൂർ എത്തിയിട്ട് ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു. പിന്നീട് അങ്ങോട്ട് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞതുപോലെയാണ് ചെയ്തത്. അതായത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 1-2 ഹോട്ടൽ കാണിച്ചു തന്നു. അതിൽ ഭേദമെന്ന് തോന്നിയ ഒരു ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുത്തു. അവിടെ ഒന്ന് കിടന്നുറങ്ങി, ഒന്ന് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് സാത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ്. സാത്തിക്ക് ഇനി എവിടെ പോയാലാന്ന് ഭയങ്കര സന്തോഷം ഉണ്ടാവുകയെന്ന് വെച്ചാൽ അവൻ പറയുന്നൊരു സ്ഥലത്തേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ആ ഒരു സ്ഥലമാണ്, ആ ഒരു സ്ഥലം, അതായത് ആ ഒരു സംഭവമുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ അധികവും പോകാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. അതിന് ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളെ യാത്രകൾ എപ്പോഴും ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ നഗരത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തള്ളി മറിച്ചിട്ടുണ്ട്. അതായത് ഒരു 10-12 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മൈസൂരിലേക്ക്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അനിയൻ്റെയും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ടൊരു കുഞ്ഞു ട്രിപ്പ്, ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു കുഞ്ഞു ട്രിപ്പ്. എല്ലാം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, 10-12 വർഷമായല്ലോ. എന്നാലും എന്തൊക്കെയോ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഷൈത്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നീ തള്ളി ഓട്ടോ കൊണ്ടുപോകണ്ട, അവരങ്ങ് ഓടിച്ചോളുന്നു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഫുഡാണ്. അപ്പോൾ ഞങ്ങളവിടെ കുറേ ഹോട്ടലൊക്കെ നോക്കിയപ്പോൾ ഒരു ഹോട്ടലിൽ നല്ല തിരക്ക് കണ്ട്. ആൾക്കാർ പുറത്തുനിന്ന് കഴിക്കുന്നു, ആൾക്കാർ വണ്ടിയിലിരുന്ന് കഴിക്കുന്നു, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴെല്ലാവരും അധികം ആൾക്കാരും ഈ ഒരു മസാല ദോശയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഞങ്ങളും ആ മസാല ദോശ തന്നെ അങ്ങ് ഓർഡർ ചെയ്ത്. പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മസാല ദോശ പോലെയൊന്നുമല്ല, കുറച്ച് കട്ടിയൊക്കെയുള്ള എന്നാൽ നല്ല ക്രിസ്പായിട്ടുള്ള മസാല ദോശയാണ്. പിന്നെ ഇതിൽ മസാല ഉണ്ടല്ലോ, ഒരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിന് ഒരു വേറെന്നൊരു ടേസ്റ്റ്. പിന്നെ അവരുടെ ഫിൽറ്റർ കോഫിയും സൂപ്പറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴും മനസ്സിലായി എന്താ ഇവിടെ ഇത്ര തിരക്കെന്ന്. ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു സാത്തിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അതെ, ഞങ്ങൾ മൈസൂർ സൂവിലേക്കാണ് ആദ്യം പോയത്. സാത്തിക്ക് അവിടെ എത്ര പോയാലും മതിയാവില്ല, എത്ര കണ്ടാലും മതിയാവില്ല. പിന്നെയും ഞങ്ങൾ ഇനി പോകണമെന്ന് ചോദിച്ചാൽ പറയും പോകണമെന്ന് പറയും. അത്രക്കും ഇഷ്ടമാണ് അവിടെ പോകുന്നത്. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ എത്തുന്നത് ഈ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിൻ്റെ മുമ്പിലാണ്. അവിടെ അവർ ഡീറ്റെയിൽഡായിട്ട് കന്നഡത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. അവിടെ ഒരുപാട് കുട്ടികൾ എക്സ്കർഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ സൂവിനോട് വലിയ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒരുപാട് നടക്കണം, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും കാണുന്നത് ഒന്ന് തന്നെയല്ലേ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ സാത്തിക്ക് അങ്ങനെയല്ല. അവനിങ്ങനെ ഓടി നടന്ന് കാണാനും ഇങ്ങനെ ജീവികളെ കാണാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അവൻ ഈ യൂട്യൂബിലായാലും ടി വിയിലായാലും ഒക്കെ ഈ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണുക. പിന്നെ അവിടെ ചെന്നപ്പോഴെനിക്ക് തോന്നിയത് കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ അധികം ചൂടില്ല, നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇലക്ട്രിക് കാർ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇത്രയും നല്ല ക്ലൈമറ്റ് ഉണ്ട്, ഇത്രയും നല്ല ഭംഗിയായിട്ടുണ്ട്, പിന്നെ നമുക്കങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഇലക്ട്രിക് കാർ എടുക്കുന്ന സമയത്ത് അവരുടെ ടൈമിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതായത് നമുക്ക് ചിലപ്പം കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് നേരം കാണണമെന്ന് തോന്നുന്നത് നമുക്ക് അത്ര നേരം നിന്ന് കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്തതായിരിക്കും, അത് നമ്മൾ അവിടെ തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലും നല്ലത് നമ്മളിങ്ങനെ പാടി പറന്ന് നടന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ബേഡ്സിനെയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്.
നല്ല അടിപൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് ഞാൻ എന്താ പറയാനുള്ളത്, എനിക്ക് പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾ ഈ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടുവരൂ. സൂവിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. നമ്മളെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.